ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന മാതൃക ടൗൺഷിപ്പിലെ ആദ്യ വീടിന്റെ കോൺക്രീറ്റിംഗ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കും. നോക്കൂ, മാതൃകാ വീട് അതിന്റെ വാർപ്പിലേക്ക് കടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജോഷില വയനാട്ടിൽ നിന്ന് ചേർന്നു. ജോഷില, മാതൃകാ വീട് അതിന്റെ വാർപ്പ് നടപടികളിലേക്ക് കടക്കുകയാണ്. വളരെ ഫാസ്റ്റാണ്, വളരെ വേഗത്തിലാണ് നിർമ്മാണ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോഷില, മനു, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഏകദേശം 18-ാം തീയതിയോട് കൂടിയാണ് ഈ ഒരു കോൺക്രീറ്റ് നടക്കുക എന്നുള്ളത്. മാതൃകാ വീടിന്റെ കോൺക്രീറ്റ് 18-ാം തീയതിയാണ് നടക്കുക എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടൗൺഷിപ്പിന്റെ പ്രവർത്തനം ത്വരിതഗതിയിൽ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. മഴക്കാലത്തിന് മുൻപ് തന്നെ മാതൃകാ വീട് അത് ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കണം. പ്രത്യേകിച്ച് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദുരിത ബാധിതരായ ആളുകൾക്ക് എങ്ങനെയായിരിക്കണം ഒരു വീട് എന്നുള്ളത് അവർക്ക് മുന്നിൽ വെക്കണം എന്നുള്ളത് അത് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മാത്രമല്ല സർക്കാരിന്റെ കൂടെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ അവസാനഘട്ട മിനുക്ക് പണികൾ മാത്രമാണ് ഇനി നടക്കേണ്ടത്. കോൺക്രീറ്റ് ഇന്ന് നടക്കും. അതോടുകൂടി ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ മാതൃകാ വീട് സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് 18-ാം തീയതി നിശ്ചയിച്ച ഈ ഒരു പ്രവർത്തനം മറ്റ് ഒരു സമയബന്ധിതം എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ നേരത്തെ തന്നെ അത് എത്രയും പെട്ടെന്ന് എപ്പോഴാണോ പണി നടക്കുന്നത് ആ സമയത്ത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കോൺക്രീറ്റിനുള്ള എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ അത് പൂർത്തിയാകട്ടെ. ഏറ്റവും വേഗത്തിൽ ഈ വർഷം തന്നെ ടൗൺഷിപ്പിന്റെ നടപടികൾ പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് അങ്ങനെ നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്ര വേഗത്തിലാണ് നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.